രണ്ട് ദിവസ സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ചർച്ച ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ശേഷം പ്രധാനമന്ത്രി ട്രെയിൻ മാർഗം യുക്രൈനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, രണ്ട് പ്രധാനപ്പെട്ട സന്ദർശനങ്ങളാണ്. ഒന്ന് യുക്രൈൻ, അവിടെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ഒപ്പം പോളണ്ട് അതിലേറെ നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നയതന്ത്ര തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? രഞ്ജിത്ത്, ഇന്ത്യ പോളണ്ട് ബന്ധം കാലത്തും വളരെ ദൃഢമായി തന്നെ മുന്നോട്ട് പോയിരുന്ന ഒന്നാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ ഗംഗ പദ്ധതിക്കായി പ്രധാനമായി ഇന്ത്യ ആശ്രയിച്ചത് പോളണ്ടിനെയാണ്. യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഗംഗ പദ്ധതിയിൽ കുട്ടികളെ ആദ്യം പോളണ്ടിലെത്തിച്ചാണ് പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായ ഘട്ടത്തിൽ പോളണ്ടിൻ്റെ വലിയ സഹായം ഇന്ത്യക്ക് അന്ന് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, പോളണ്ട് ഇന്ത്യൻ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടമാക്കിയിരുന്നു. 164 വർഷം മുമ്പ് സംസ്കൃതം പഠിക്കാനൊക്കെയുള്ള ശ്രമം പോളണ്ട് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പോളണ്ടുമായി ഇന്ത്യക്ക് നിരവധി ബന്ധങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യാപാര തലത്തിലേക്കും സൈനിക സഹകരണത്തിലേക്കും സാംസ്കാരിക കൂട്ടായ്മയിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മൊറാർജി ദേശായിക്ക് ശേഷം ഒരു നീണ്ട ഇടവേള പ്രധാനമന്ത്രിമാർ പോളണ്ട് സന്ദർശിക്കുന്നതിൽ ഉണ്ടായിരുന്നു. 46 വർഷത്തിന് ശേഷം, കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ, പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുകയാണ്. നേരത്തെ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വി ഗിരിയെ പോലുള്ള ഇന്ത്യൻ നേതാക്കൾ പോളണ്ട് സന്ദർശിക്കുകയും അവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യം തകർന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഈസ്റ്റ് യൂറോപ്പിലെ ഈ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ് എന്ന് സംശയമില്ല. പിന്നീട് അവിടെ നിന്ന് പോളണ്ടിൽ നിന്ന് 10 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താവും പ്രധാനമന്ത്രി വാർസോവിൽ നിന്ന് യുക്രൈനിൽ എത്തുക. അവിടെ കീവിൽ പ്രധാനമന്ത്രി അവിടുത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും, വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. അതുപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അത് സംബന്ധിച്ചുള്ള വിഷയം ഇന്ന് ആഗോളതലത്തിൽ തുടരുക.